എൻ്റെ പേര് പാർവതി. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്ന് വരുന്നു. ഞാനൊരു അംഗൻവാടി ഹെൽപ്പറാണ്. എന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് എൻ്റെ ടീച്ചറാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഞാൻ 2023 ഫെബ്രുവരി 24-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഒരു മൂത്രച്ചുടിയിലുണ്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ മൂത്രച്ചുടിയിൽ മാറ്റിത്തരണം മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. അത് മാറി, അമ്മയുടെ അനുഗ്രഹത്താൽ അത് മാറി. പിന്നെ എൻ്റെ ഭർത്താവിന് വെരിക്കോസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും മുട്ടുവേദനയാണ് ഭർത്താവിന്. അത് കഴിഞ്ഞ് മുട്ടുവേദനയ്ക്ക് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലമൊക്കെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുവരെയും പുള്ളിക്കാരൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴെല്ലാം ഈ വേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വേദനയെല്ലാം മാറി, മുട്ടുവേദന മാറി. പിന്നെ എൻ്റെ ചേട്ടന് ജോലിക്ക് പോകാൻ മടിയായിരുന്നു. 4 ദിവസം പണിക്ക് പോയാൽ പിന്നെ 2 ആഴ്ച ജോലിക്ക് പോകത്തില്ല, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചു, മാതാവേ എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. 4 ദിവസം ലീവ് എടുക്കുവാണെങ്കിലും പകരം ഒരാളെ നിർത്തിയിട്ടാണ് പുള്ളിക്കാരൻ ലീവ് എടുക്കുന്നത്. പിന്നെ എൻ്റെ മോള് ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവൾക്ക് ഇൻ്റർവ്യൂ വന്നത് പാലക്കാടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ സെലക്ട് ആകും. അപ്പോൾ പാലക്കാടോ കോഴിക്കോടോ എവിടെ അവർ പറയുന്നത് അവിടെ പോകേണ്ട വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അതിന് പോകണ്ട, പിന്നെ അടുത്ത ഇൻ്റർവ്യൂ വരുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ചു, മാതാവേ എൻ്റെ മോൾക്ക് അടുത്ത് തന്നെ പോയി വരാനുള്ള ഒരു ദൂരം, അത്രയും അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. മോള് പാലായിൽ തന്നെ ചെറുപുഷ്പ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. 3 മാസമായി അവൾ ജോലിക്ക് കയറിയിട്ട്. പിന്നെ എൻ്റെ അനിയത്തിയുടെ മോന് +2 സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി. അത് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത് പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേരെ ഡോക്ടറെ കൊണ്ട് സർട്ടിഫിക്കറ്റ് മേടിച്ച് അവിടുത്തെ ടീച്ചർമാരും പേരൻസും എല്ലാം കൂടെ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചാണ് പരീക്ഷ എഴുതിച്ച് 10ാം ക്ലാസ്. അപ്പോൾ അനിയത്തിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ പരീക്ഷ എഴുതിയ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാൽ എന്നാ ചെയ്യണേ എന്ന് വിചാരിച്ച് അനിയത്തിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 നേരവും അനിയത്തിയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാതാവേ എൻ്റെ അനിയത്തിയുടെ പിള്ളേർക്ക് പഠിക്കാൻ ഉള്ള മനസ്സ് കൊടുക്കണേ, അനുഗ്രഹം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മോന് +2 സെക്കൻഡ് ക്ലാസ്സോടുകൂടി പാസ്സായി അനിയത്തിയുടെ. പിന്നെ എൻ്റെ അനിയത്തിക്കൊരു വയറുവേദന ഉണ്ടായിരുന്നു. 2 കാലിലും നീരൊക്കെ ആയിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി 4-5 ദിവസം തൃശ്ശൂർ മിഷനിലൊക്കെ കിടന്നതാണ്. എന്നിട്ട് എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തു. എല്ലാം ചെയ്തിട്ടും അനിയത്തിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞു വിട്ടത്. ഗ്യാസിൻ്റെ മരുന്നും കൊടുത്താൽ വിട്ടത് 5 ദിവസം കിടന്നിട്ടും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് 1 ദിവസം കഴിയുമ്പോൾ വീണ്ടും അനിയത്തിക്ക് മേലാകിയായി. അടുത്തുള്ള ആശുപത്രിയിൽ പോയി അവിടുത്തെ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. എന്നിട്ട് അനിയത്തിക്ക് ശരിയാവുന്നില്ല. പിന്നെ പാലക്കാട് ചിറ്റൂർ ഒരു ആശുപത്രിയിൽ പോയി, അവിടെ പോയി മരുന്ന് മേടിച്ചു. എന്നിട്ടും കുറവില്ല. പിന്നെ അവസാനം മെയ് 28-ാം തീയതി അനിയത്തി പാലായിക്ക് വന്നു. പാലായിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലമൊക്കെ ഇട്ട് അനിയത്തിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ 2 കാലിൽ നല്ല നീരായിരുന്നു. വാർച്ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് വന്ന്, വള്ളിച്ചെരുപ്പ്. അപ്പോൾ 2 കാലിൽ നീരായി, ഈ അരക്കെട്ടിലെല്ലാം നീരായിരുന്നു. അത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിച്ച് അനിയത്തിയുടെ കാലിലെ നീരെല്ലാം മാറി. അത് കഴിഞ്ഞ് വയറിനകത്ത് വേദനയുണ്ട്. ഗർഭിണികൾ നടക്കുന്ന പോലെ വയറ് താങ്ങി പിടിച്ചുകൊണ്ട് അനിയത്തി നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആ കാശുരൂപവും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഇട്ട് വയറിനും 3 ദിവസം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അനിയത്തിയുടെ വയറുവേദനയും മാറി. ഇപ്പം അനിയത്തി പാലക്കാടിന് പോയി കാറ്ററിങ്ങിന് പോകുന്നു. അനിയത്തി കാറ്ററിങ്ങിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനിയത്തി ഇപ്പോൾ കാറ്ററിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. പിന്നെ പാലക്കാട് എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് ഒരു 25 വർഷമായി അവിടെ സ്ഥലം മേടിച്ചിട്ടിട്ട്. ഞങ്ങൾ പാലായിലാണ് താമസിക്കുന്നത്. അതൊരു 10-15 വർഷമായിട്ട് കച്ചവടം ആകാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നു, നടക്കുന്നേ ഇല്ല. പിന്നെ ഞാൻ അവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ആ സ്ഥലം എങ്ങനെയെങ്കിലും ഒന്ന് കച്ചവടമാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സ്ഥലം കച്ചവടമായി.
ഉടമ്പടിയിൽ വെച്ചതുകൊണ്ട് ആ സ്ഥലം കച്ചവടമായി മാതാവിൻ്റെ അനുഗ്രഹത്താൽ. പിന്നെ അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേക്ക് വന്നിട്ട് ഒരു 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ 4 പേരെ കൊണ്ടുവന്നായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് സാറ്റർഡേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി പുതുക്കാനും ഇല്ല എടുക്കാനും ഇല്ല. ഞങ്ങളിവിടെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വന്നിട്ട് ഇവിടുന്ന് ഒരു 5 മണിക്കാണ് പോയത്. ഞങ്ങൾ ഈ ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവർ ഉടമ്പടി എടുത്ത് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ ഞാൻ പത്രം ആദ്യം കൊണ്ടുപോയ പത്രം എൻ്റെ ടീച്ചർ സ്കൂളിലെല്ലാം പത്രം കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഓട്ടോക്കാർക്കും എല്ലാം ഞാൻ കൊടുക്കും പത്രം. അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഒരു 100 പത്രം മേടിച്ചുകൊണ്ട് പോയി. ഞാനിപ്പോൾ അംഗനവാടിയിൽ ടീച്ചർ ഹെൽപ്പറാണല്ലോ. അപ്പം ഞാൻ മീറ്റിങ്ങിന് പോകുന്നത് പ്രവിത്താനത്താണ്. പാലായിൽ നിന്ന് പ്രവിത്താനം വരെ സ്കൂട്ടറിനെ പോകുന്നു. അപ്പോൾ റോഡ് സൈഡുള്ള ആൾക്കാർക്കും കടകൾക്കും എല്ലാം ഇത് കൃപാസന മാതാവിൻ്റെ പത്രമാണ്, വേണമെന്ന് ചോദിക്കും. വേണമെന്ന് പറയുന്നവർക്ക് മാത്രം കൊടുക്കും. അങ്ങനെ പ്രവിത്താനം വരെ ഞാൻ ആ പത്രം 100 പത്രവും വിറ്റ് തീർത്തു. ഓഫീസിൽ ചെന്നാലും അവിടെ എല്ലാവരും പത്രം കൊണ്ടുവരും. അവിടെയും അവിടുത്തെ ആൾക്കാരും എല്ലാം കൃപാസനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും പത്രം ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട്. അത് കാരണം ഞാൻ ഇവിടെ നിന്ന് പ്രവിത്താന ഓഫീസ് വരെയും പത്രം കൊടുത്തു തീർത്തു. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞായറാഴ്ച അവിടെ അടുത്തൊരു വീട്ടിലൊരു അമ്മ മേലാതെ കിടക്കുന്നുണ്ട്. സ്ഥിരബുദ്ധിയില്ല, മറവിയാണ്. അപ്പം അത് തുണിയൊന്നും ഇല്ലാതെ തുണിയൊക്കെ പറിച്ച് കളയും. പിന്നെ മുള്ളും കിടക്കുന്നിടത്ത് തന്നെ കിടന്ന് മുള്ളും അപ്പിയിടും എല്ലാം ചെയ്യും. അപ്പം അതിന് സഹായിക്കാനായിട്ട് ഒരു പുള്ളിക്കാരത്തി ശനിയാഴ്ച വരെ വരും, ഞായറാഴ്ച മാത്രം വരത്തില്ല. അപ്പം ഞാൻ ഞായറാഴ്ച അവിടെ പോയി അതിനെ കുളിപ്പിക്കും, ഡ്രസ്സ് മാറ്റിക്കും, പിന്നെ അതിന് കാപ്പി ഉണ്ടാക്കി കൊടുത്ത് കഴിപ്പിച്ച് എന്നിട്ട് അവർ അപ്പോൾ പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകും. റൊട്ടിയോ ബണ്ണോ അതിനെ കൊണ്ടുപോയി കഴിപ്പിച്ച് എന്നിട്ടാണ് വരിക. അപ്പം അങ്ങനെ പോകാറുണ്ട്.